നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ PJ ജെയിംസ് സാർ തുടങ്ങി പിതൃതുല്യം ഞാൻ ബഹുമാനിക്കുന്ന ദൈവസഭയുടെ നേതൃത്വത്തിലായിരിക്കുന്നതും സീനിയേഴ്സുമായ എല്ലാ കർത്താവിൻ്റെ വലിയ ദാസന്മാരെയും സഹോദരതുല്യം സ്നേഹിക്കുന്ന കൂട്ടുപ്രവർത്തകരായ എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരെയും അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന്, ഗൾഫിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ, തത്സമയ പ്രക്ഷേപണത്തിൽ ലോകമെങ്ങും ഈ സമ്മേളനം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഈ രാത്രി എനിക്ക് മുമ്പിലായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുകയും ദോഹയിലുള്ള ദൈവസഭകളുടെ ദൈവമക്കളുടെ പ്രത്യേക അഭിവാദനം ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 100 വർഷത്തിലധികമായി പൂർവപിതാക്കന്മാർ, മാതാക്കൾ വിയർപ്പൊഴുക്കി, കണ്ണുനീരൊഴുക്കി പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ മഹാന്മാരായ മഹതികളായ മൺമറഞ്ഞു പോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ വിശുദ്ധന്മാരുടെ സേവനങ്ങളെ നന്ദിയോടുകൂടെ ഓർത്ത് നമ്രശിരസ്കനായി സർവശക്തനായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും അർപ്പിക്കുകയാണ്. ഇതൊരു വലിയ പദവിയായി ഞാൻ കണക്കാക്കുകയും ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരെയും ദൈവജനത്തെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ രാത്രി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 6 ദിവസങ്ങളായി ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം കൂലംകഷമായി അപഗ്രഥനം ചെയ്ത് ആധികാരികമായി ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിശ്രേഷ്ഠകരമായ ദൈവവചനത്തിൻ്റെ ആലോചനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമുക്ക് പകർന്നു തന്നു. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ തിരുവചനത്തെ നാം അവലോകനം ചെയ്ത് മനസ്സിലാക്കുവാനിടയായി തീർന്നു. 4 അധ്യായങ്ങളിൽ ധന്യനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ അതിപ്രധാനമായ ആലോചനകൾ ദൈവസഭയ്ക്ക് നൽകുമ്പോൾ ആദ്യത്തെ അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ലിവ് ബോൾഡ്ലി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ധൈര്യത്തോടെ ജീവിക്കുക എന്നുള്ള സന്ദേശമാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് എതിരാളികളാൽ ഒന്നിനാലും കുലുങ്ങിപ്പോകാതെ സുവിശേഷത്തിന്റെ സാക്ഷ്യത്തിനായി നിലകൊള്ളുവാനുള്ള ശക്തമായ പ്രബോധനം പൗലോസ് ശ്ലീഹ 1-ാമത്തെ അധ്യായത്തിൽ ദൈവസഭയ്ക്ക് നൽകുകയാണ്. ഈ രാത്രി ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കുന്ന ദൈവമക്കളെ, ഒരുപാട് വെല്ലുവിളികളുടെ മുൻപിലാണ് ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആവർത്തിച്ച് തന്റെ ദാസനിലൂടെയുള്ള വചനം നമ്മോട് സംസാരിക്കുന്നത് നാം ധൈര്യത്തോടെ സുവിശേഷത്തിന്റെ സാക്ഷികളായി ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ആ ബോധ്യമുള്ള എത്ര ദൈവമക്കളുണ്ട്? ഈ കാഴ്ചപ്പാടുള്ള ദൈവത്തിന്റെ ജനത്തെ, ദൈവത്തിന്റെ സഭയെ തളർത്തിക്കളയുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 2-ാമത്തെ അധ്യായത്തിൽ ധന്യനായ പൗലോസ് ശ്ലീഹ പറയുന്നത് ലിവ് ഹംബ്ലി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നാം താഴ്മയോടുകൂടെ ജീവിക്കുക. അതാണല്ലോ നമ്മുടെ ചിന്താ വിഷയം. 3-ാമത്തെ അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നത് ലിവ് പർപ്പസ്ഫുള്ളി ഇൻ ക്രൈസ്റ്റ്,
ക്രിസ്തുവിൽ ഉദ്ദേശ ലക്ഷ്യമുള്ളവരായി ജീവിക്കുക. 3-ാം അധ്യായം 7-ാം വാക്യം നമ്മോട് സംസാരിക്കുന്നത്, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളാകുന്ന നമുക്ക് ഒരു ഉത്തമ ബോധ്യമുണ്ട്. ലക്ഷ്യമില്ലാത്തതുപോലെയല്ല ഇന്ന് രാത്രി നാം യാത്ര ചെയ്യുന്നത്. ആകാശത്തെ നോക്കി വെറും മുഷ്ടിയുദ്ധം ചെയ്യുന്നതവരായിട്ടല്ല ഈ രാത്രി ദൈവസഭയുടെ സന്താനങ്ങൾ, അഭിഷക്തന്മാർ ഈ രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. ലക്ഷ്യബോധത്തോടുകൂടെ കർത്താവിനെ സേവിക്കുന്ന ഒരു കൂട്ടമായി ഈ ദേശത്ത് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയതാണ്. ഹല്ലേലൂയ. 4-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പൗലോസ് ശ്ലീഹ പറയുന്നത്, live joyfully in Christ. ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷമുള്ളവരായി ജീവിക്കുക. കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഈ രാത്രിയും നമുക്ക് സന്തോഷിപ്പാൻ മാത്രമേ വകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ജീവിതത്തിന്റെ താഴ്ച അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനോട് ഒരിക്കൽ ചോദിച്ചു, സന്തോഷമായിരിക്കുന്നുവോ? അദ്ദേഹം പറഞ്ഞ മറുപടി, എന്തുകൊണ്ട് ഞാൻ സന്തോഷമില്ലാത്തവനായിരിക്കണം? തന്റെ ജീവിതത്തിന്റെ പരിമിതികളെ കണ്ടുകൊണ്ടാണ് ചോദ്യകർത്താവ് ചോദ്യം ഉന്നയിച്ചതെങ്കിലും അഭിഷക്തൻ പറയുകയാണ്, സന്തോഷിപ്പാനല്ലാതെ ഇന്ന് രാത്രി ദുഃഖിപ്പാൻ കാരണമൊന്നും ഞാൻ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ശ്ലീഹ അത് പറയുമ്പോൾ അടുത്ത വാക്കുകളിൽ തന്നെ ആവർത്തിക്കുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. സ്തോത്രം. സന്തോഷിപ്പാൻ പലതും ഇന്ന് രാത്രി എടുത്തു പറയുവാനുണ്ടെങ്കിലും നമ്മുടെ സന്തോഷത്തിന്റെ ആഴം ഇന്ന് രാത്രി വെളിപ്പെടുന്നതിന്റെ ആത്യന്തിക കാരണം ദൈവമക്കളെ മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. സ്തോത്രം. ഈ രാത്രി അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അടുത്തിരിക്കുന്നയാളിനൊന്ന് കൈകൊടുത്ത് പറയാമോ, മാറാനാഥ, നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതിശ്രേഷ്ഠകരമായ ആലോചനകളെ കൊണ്ട് നിറച്ച അനുഗ്രഹിക്കപ്പെട്ട ലേഖനത്തിൽ ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് ശ്ലീഹ പ്രബോധിപ്പിക്കുന്ന ചിന്തയോട് ചേർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് നൽകിയ ഒരു ആലോചന ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ആധാരമായി 1 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ വായിക്കുന്നു. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. Living as an example that you should follow his steps. അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക നമ്മുടെ കർത്താവ് വെച്ചു പോയി. അർത്ഥതലം അത് തന്നെയാണ്. ക്രിസ്തുവേശുവിലുള്ള ഭാവം നാം ധരിക്കണമെന്നുള്ളത് നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ആത്യന്തിക ഉദ്ദേശമാണ്. ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഉപയോഗിച്ച പദം, എന്നെ അനുഗമിപ്പീൻ, ഫോളോ മീ, കം ആഫ്റ്റർ മീ. എന്റെ പുറകെ നടക്കുക എന്നുള്ള അർത്ഥതലത്തെ കവിയുന്ന
ഒരു വലിയ ആശയം ആ വാക്കുകളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കർത്താവ് അവരോട് തന്റെ പിന്നാലെ വരുവാൻ പറയുന്നത്. പിന്നത്തേതിൽ ആ അർത്ഥതലത്തിന്റെ ആഴത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. നല്ല ഗുരുവായ കർത്താവിന്റെ നമ്മെക്കുറിച്ചുള്ള ഈ രാത്രിയിലെ സ്വപ്നവും ദൈവമക്കളെ മറ്റൊന്നുമല്ല, നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരണമെന്ന്, ഈ രാത്രി അവന്റെ ഭാവം നമ്മിൽ വെളിപ്പെട്ടു വരണമെന്ന് നമ്മെക്കുറിച്ച് നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി കാംക്ഷിക്കുകയാണ്. ഏറ്റവും വിരളമായി പ്രസംഗിക്കപ്പെടുന്നതും എന്നാൽ ഏറ്റവും അധികമായി ലംഘിക്കപ്പെടുന്നതുമായ തിരുവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ക്രിസ്തുവേശുവിന്റെ സ്വഭാവം നാം ഉൾക്കൊള്ളുക എന്നുള്ളത്. എനിത്തിങ് ലെസ് ദാൻ കൺഫോമിംഗ് വിത്ത് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ മനോഭാവത്തോട് നാം അനുരൂപപ്പെടുന്നതിലും താഴെയുള്ളതൊന്നും ക്രിസ്ത്യാനിത്വത്തിന്റെ ഭാഗമല്ലെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്ത്യാനിത്വത്തിന് ഊറ്റം കൊള്ളാൻ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അഭിമാന വിഷയങ്ങളായി ഞാൻ നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങൾ പലതുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്വത്തിൽ ഊറ്റം കൊള്ളുന്നതിനേക്കാൾ അധികമായിട്ട് എന്റെയും നിന്റെയും ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയുവാൻ ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചു പോയി. ഇന്ന് രാത്രി നാം ഒരു കാൽച്ചുവടിലാണ് നമ്മുടെ പാദങ്ങളെ ഊന്നിയിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മറക്കരുത്. നമ്മുടെ മഹാസമ്മേളനത്തിന്റെ അവസാന രാത്രിയിൽ ഈ പന്തലിൽ ദൈവവചനത്തിന്റെ മുമ്പിലാണ് ആയിരിക്കുന്നത്. അക്ഷരിക കാലുകൾ ഈ പന്തലിനകത്തൂന്നിയിരിക്കുമ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കണം, അവൻ മാതൃക വെച്ചു പോയ ആ കാൽപ്പാര ബിന്ദങ്ങളെ അനുഗമിക്കുന്ന, അനുധാവനം ചെയ്യുന്ന ഒരാരുമ ശിഷ്യനാണ് ഞാനെന്നുള്ള ബോധ്യം ഇന്ന് രാത്രി എത്ര ദൈവമക്കളുടെ അന്തരാത്മാവിലുണ്ട്? ആ ബോധ്യമുള്ള ദൈവമക്കൾക്ക് ഈ രാത്രി കർത്താവിനെ സ്തുതിപ്പാൻ കഴിയുമോ? ഏത് ചുവടുകളെയാണ് ദൈവമക്കളെ നാം അനുഗമിക്കുന്നത്? What is the example that we follow from the Lord? കർത്താവിൽ നാം പിന്തുടരുന്ന മാതൃകകൾ. നാം വായിച്ച 21-ാമത്തെ വാക്യം നമ്മളോട് പറഞ്ഞത്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ആദ്യം നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന വിഷയം, നമ്മുടെ കർത്താവിന്റെ കാൽപാദങ്ങളെ നാം പിന്തുടരുന്ന ആ ചുവടിൽ ഒന്നാമത്തെ മാതൃക പത്രോസ് പറയുന്നത്, ക്രിസ്തുവും നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. An example of suffering. ആമേൻ വരത്തില്ലെന്ന് എനിക്കറിയാം. An example of suffering. കഷ്ടതയുടെ ഒരു കാൽച്ചുവട് നാം പിന്തുടരുവാൻ, നാം അനുധാവനം ചെയ്യുവാൻ, നാം അനുഭവവേദ്യമാക്കുവാൻ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. കഷ്ടത സഹിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മളിൽ എത്ര പേരിൽ ഇന്ന് രാത്രി വളർന്നിട്ടുണ്ട്? പ്രിയമുള്ളവരെ, സമൃദ്ധിയുടെ ദൈവശാസ്ത്രത്തിന്റെ വേലിയേറ്റത്തിൽ സഹനത്തിന്റെ ദൈവിക പദ്ധതി സഭയ്ക്കകത്ത് നിന്ന് അന്യപ്പെടുത്തുവാൻ അന്ധകാര ശക്തികൾ ആദിശക്തിയോടെ
പരിശ്രമിക്കുന്നതിന്റെ നടുവിൽ ഇന്ന് രാത്രി ദൈവസഭയോട് എനിക്ക് പറയുവാനുള്ളത്, ഞാനും നിങ്ങളും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരു സഹനത്തിന്റെ പാതയിലാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയി. സ്തോത്രം. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ കഷ്ടതകളെല്ലാം ഒഴിഞ്ഞുപോയി എന്നൊക്കെ കേൾക്കാൻ ഒരു സുഖമുണ്ട്. സ്തോത്രം പറയാൻ ഒരു പ്രേരണ വരും. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയുവാൻ കഴിയും. പൂർവ്വപിതാക്കന്മാർ പറഞ്ഞതുപോലെ കഷ്ടത ഞങ്ങളുടെ അവകാശമാണെന്ന് ഇന്ന് രാത്രി പറയുന്ന ഭക്തന്മാർക്കായി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. സ്തോത്രം. ധരം സിംഗ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഞാൻ വായിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയോട് വളരെ അടുത്ത് നിന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. വളരെ ഉന്നത കുടുംബത്തിൽ ജനിച്ചു. തന്റെ പിതാവ് ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ വലിയൊരു ബിസിനസ്സുകാരനും ബോളിവുഡിൽ ചില സിനിമകളിലൊക്കെ അഭിനയിച്ചവനുമൊക്കെയാണ്. സാമൂഹ്യമായ രാഷ്ട്രീയമായ ഒരുപാട് സ്വാധീനങ്ങളുള്ള ആ മനുഷ്യൻ തന്റെ വിശ്വാസം കുറെ നാളത്തേക്ക് രഹസ്യമായി വെച്ചു. തന്റെ ഭവനത്തിലുള്ളവരെ താൻ ഭയപ്പെട്ടു. എന്നാൽ ഒരു ദിവസം താൻ തന്റെ പിതാവിന്റെ അരികിൽ ചെന്ന് തന്റെ വിശ്വാസം പരസ്യമായി പിതാവിനോട് പറഞ്ഞു, ഞാൻ യേശുവിനെ ഒരു രക്ഷകനായി സ്വീകരിച്ചു. ചില വർഷങ്ങളായി ഞാൻ ഒരു രഹസ്യ ക്രിസ്ത്യാനിയാണ്. പൂജാരിയായ ആ പിതാവ് തന്റെ മകന്റെ മുഖത്തേക്ക് അല്പസമയം സൂക്ഷിച്ചു നോക്കിയിട്ട് തന്നോട് പറഞ്ഞു, നിന്റെ വേദപുസ്തകം എടുത്തുകൊണ്ടുവരുവാൻ. പരിഭ്രമത്തോടെ ആ മകൻ തന്റെ വേദപുസ്തകം എടുക്കുവാൻ കടന്നുപോയി. അതുവരെ തന്റെ ഭവനത്തിൽ ഒളിച്ചു വെച്ചിരുന്ന വേദപുസ്തകം പിതാവിന്റെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ പിതാവ് പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ. ആ മകൻ ഞെട്ടിപ്പോയി. അമ്പലത്തിലെ പൂജാരിയായ തന്റെ പിതാവ് ഇത്ര കൃത്യമായി വേദപുസ്തകത്തിലെ ഒരു വാക്യം പറയുന്നു. വർഷങ്ങളായിട്ട് തനിക്ക് ആ വാക്യം അറിഞ്ഞുകൂടാ. വിറയലോട് പുസ്തകം തുറന്ന് ആ ഭാഗം വായിച്ചു. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും പകയ്ക്കുകയും ചെയ്യാതെ ഇരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഒരു ഗോപുരം ഒരുവൻ പണിവാൻ ഇച്ഛിച്ചാൽ എന്ന് തുടങ്ങിയുള്ള ആ വേദവാക്യങ്ങൾ പിതാവിന്റെ മുമ്പിൽ നിന്ന് വിറയലോടെ തന്നെ മകൻ വായിക്കുമ്പോൾ, വായിച്ചവസാനിപ്പിച്ചപ്പോൾ ആ പിതാവ് മകനോട് പറഞ്ഞു, ഈ വായിച്ച വാക്യങ്ങൾ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മാർഗമായ ക്രിസ്തുവിന്റെ പാത പിന്തുടരുവാൻ നിന്നെ കൊണ്ട് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ചോദ്യത്തിന് മുമ്പ് പകച്ച മകൻ പിതാവിനോട് പറഞ്ഞു, എന്നാൽ കഴിയുന്നിടത്തോളം ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും. ആ പിതാവ് പറഞ്ഞു, നിനക്ക് പോകാം, എന്നാൽ അടുത്ത നാളുകളിൽ ഞാൻ നിന്നെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആ പിതാവും മകനുമായി വേർപിരിഞ്ഞു. അവർ ഭവനത്തിൽ പാർത്തുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം ആ പിതാവ് സ്വന്തം മകനെ അരികിൽ വിളിച്ചിട്ട് ഇപ്രകാരം ആ മകനോട് പറഞ്ഞു, കഴിഞ്ഞ 12 വർഷങ്ങളായി ഞാൻ നിന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഞാനൊരു കാര്യം മനസ്സിലാക്കി. നീ അന്ന് വാക്ക് പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ നീ കടന്നുപോയപ്പോൾ, പ്രതികൂലങ്ങളെ നീ അഭിമുഖീകരിച്ചപ്പോൾ, ത്യാഗമനോഭാവത്തോടുകൂടെ നീ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അതുകൊണ്ട് നിന്റെ ക്രിസ്തു ഇന്നു മുതൽ എന്റെ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് ആ മകന്റെ മുമ്പിൽ ആ പിതാവ് മുട്ടുമടക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അമ്പലത്തിലെ പൂജാരിയായിരുന്ന ഒരു മനുഷ്യൻ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കി
ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് സഹനത്തിന്റെ മാർഗമാണ്, ത്യാഗത്തിന്റെ മാർഗമാണ്, കഷ്ടതയുടെ മാർഗമാണ്, കണ്ണുനീരിന്റെ മാർഗമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അതിനകത്ത് ഈ രാത്രി എനിക്ക് ഉറപ്പിച്ച് പറയുവാനുള്ളത്, ആ കഷ്ടതയ്ക്കകത്ത്, ആ ത്യാഗത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു മഹത്വമുണ്ടെന്ന് ഉൾക്കാഴ്ച ലഭിച്ച ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിന്റെ ശുശ്രൂഷ കിട്ടി ആർക്കാ വേണ്ടാത്തെ? ഏത് രോഗിയെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരം നടത്തുന്ന യേശുവിന്റെ ശുശ്രൂഷ ഏവർക്ക് ആഗ്രഹമില്ലാത്ത? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ യേശു തന്റെ അക്ഷരിക ശുശ്രൂഷയിൽ ചെയ്ത സകല ശുശ്രൂഷയെക്കാളും മഹത്തരമായ ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ എന്താണെന്നറിയാമോ? സ്തോത്രം. ഇൻ ഹിസ് wounds we are healed. മനസ്സിലായോ ദൈവമക്കളെ? ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അതിശ്രേഷ്ഠകരമായ തലമെന്ന് പറയുന്നത് അവന്റെ മുറിവുകളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷയാ. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആഗ്രഹിക്കുന്ന അഭിഷക്തന്മാരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ മുറിവുകൾ അനേകരുടെ സൗഖ്യത്തിന് ദൈവം കാരണമാക്കുകയാണ്. നമ്മുടെ താഴ്ചകൾ അനേകരുടെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കുകയാണ്. നമ്മുടെ നഷ്ടങ്ങൾ അനേകരുടെ ലാഭത്തിന് ദൈവം കാരണമാക്കുകയാണ്. നമ്മുടെ മരണം അനേകരുടെ ജീവന് ദൈവം കാരണമാക്കുകയാണ്. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന അഭിഷക്തന്മാരായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ മുറിവുകൾ നിങ്ങൾക്ക് പലപ്പോഴും ആശ്വാസമായി. ഓ ഹല്ലേലൂയ. അതാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്. അതിൽ പരമൊരു സന്തോഷം അഭിഷക്തന്മാരായ ഞങ്ങളെ സംബന്ധിച്ചില്ല. കാരണം ഞങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരോട് ഒരു കാര്യം ഞാൻ പറയും. The most embarrassing moment of your life is the most effective message of your life and ministry. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വിഷമമേറിയ, വേദനയേറിയ, പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയത്തില്ലെന്ന് തോന്നുന്ന ആ സന്ദർഭമുണ്ടല്ലോ, അത് അഭിഷക്തനെ നിന്റെ ജീവിതത്തിലെ അതിശക്തമായ ഒരു സന്ദേശമായിട്ട്, ഒരു ദൂതായിട്ട് എന്റെ കർത്താവ് മാറ്റുമെന്നുള്ളത് ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷക്തന്മാർ വിശ്വസിക്കണം. കർത്താവ് പ്രസംഗിച്ച സകല വാക്കുകളെക്കാളും ഉപരി വലിയ സന്ദേശം എന്ന് പറയുന്നത്, വലിയ ദൂതെന്ന് പറയുന്നത്, സുവിശേഷകന്മാർ 20 നൂറ്റാണ്ടുകളായി പ്രസംഗിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. Cross was the most frustrating moment in the life of the Lord. യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സന്ദർഭം. പക്ഷേ ആ സാഹചര്യത്തെ ഏറ്റവും വലിയ സന്ദേശമായിട്ട് തമ്പുരാൻ മാറ്റിയെങ്കിൽ ഈ രാത്രി കഷ്ടത സഹിക്കുന്ന ദൈവത്തിന്റെ പൈതല്, വേദന സഹിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്ന സഹിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്നിലൂടെ വെളിപ്പെട്ടു വരുന്ന ഒരു തേജസ്സിന്റെ സന്ദേശമുണ്ടെന്നുള്ളത് ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം. Praise the Lord. Hallelujah. Number one, the example of suffering. രണ്ടാമത്തേതെന്ന് പറയുന്നത് 22ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. എക്സാമ്പിൾ ഓഫ് സിൻലെസ്നെസ്. പാപമില്ലാത്ത ഒരു മാതൃക. അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപമില്ല. ഉലകത്തിൽ മറ്റൊരുത്തരെ കുറിച്ചും പറഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ സന്ദേശം നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അഭിമാനത്തോടെ പറയാം, എന്റെ യേശുവിന് തുല്യനായി, എല്ലാറ്റിലും അനുഗമിക്കാൻ കൊള്ളാകുന്നവനായി മറ്റൊരുത്തനും ഈ ഭൂപ്പരപ്പിലില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്?
the sinless example of our Lord. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഒരുപക്ഷെ കാലഘട്ടത്തിന് യോജിക്കാത്തതെന്ന് പലരും പറയുന്ന ഒരു ദൂതും ഒരു മാതൃകയുമായിരിക്കുമെന്ന്. എന്നാൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വ്യഗ്രതയുള്ള ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പാപമില്ലാത്തവനായി ജീവിച്ചു കാണിച്ച മാതൃക പിൻപറ്റുവാൻ അകത്തിന്ന് രാത്രി ഒരു തിളപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കാൻ കഴിഞ്ഞ വർഷം ചിന്താവിഷയം ചിന്തിച്ചു പോയ ദൈവമക്കളാണ് ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ മടങ്ങി വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയുവാൻ കഴിയുമോ, പടിപടിയായിട്ട് ഞാൻ വിശുദ്ധിയെ തികച്ച് എൻ്റെ കർത്താവിനോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി കർത്താവിനെ വാഴ്ത്തുന്നു. പ്രിയമുള്ളവരെ, കൃപയുടെ സുവിശേഷം എന്നൊക്കെ അപരനാമം കൊടുത്തിട്ട് പാപം ചെയ്താൽ കുഴപ്പമില്ലെന്നും കൂടാരത്തിന്റെ മുന്നിൽ രക്തം പുരട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വാണിഭം നടന്നാൽ പ്രശ്നമില്ലെന്നുമൊക്കെ പ്രസംഗിക്കുന്നതിന്റെ നടുവിലാണ് ഈ മലയാള മണ്ണിൽ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കണ്ണു തുറന്ന് ദൈവമക്കൾ കാണണം. ഒരിക്കൽ കൃപയിലായാൽ പിന്നെ കുഴപ്പമില്ല, വീണാലും കൃപയിലേക്ക് വീഴത്തോളെന്നൊക്കെ പറയുന്ന ദുരുപദേശത്തിന്റെ വേലിയേറ്റം ഞാനും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ സത്യവചനത്തിന്റെ വക്താക്കളായിട്ട് നെഞ്ചും നെറ്റിയും കൊടുത്ത് തിരുവചനത്തിന്റെ സത്യം ഘോഷിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി അഭിഷക്തന്മാർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. അന്ത്യശ്വാസം വരെ പാപത്തോടുള്ള ബന്ധത്തിൽ സന്ധിയില്ലാത്ത ഒരു പോരാട്ടം എനിക്കുണ്ടെന്ന് ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. എബ്രായ ലേഖനക്കാരൻ പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം കഴുത്തു വെച്ച് കൊടുക്കേണ്ടി വന്നാലും രക്തം ചിന്തേണ്ടി വന്നാലും ഓ ഹല്ലേലൂയ, സന്ധി ചെയ്യാൻ ഞാൻ തയ്യാറല്ലെന്ന്, ഉടമ്പടി ചെയ്യാൻ തയ്യാറല്ലെന്ന് ഇന്ന് രാത്രി പറയുന്ന എത്ര ദൈവമക്കളുണ്ട്? Better to die with a conviction than to live with a compromise. ഇന്ന് രാത്രി ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ പറയുക, ഓ ഹല്ലേലൂയ, സന്ധി ചെയ്യരുതാത്തതിനോട് നീയും ഞാനും സന്ധി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ ഇന്ന് രാത്രി ഇവിടെ അവസാനിക്കുന്നതാ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ഈ പന്തലിൽ വെച്ച് പറന്നു പോകാൻ കഴിഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, അത് ധന്യതയായി കണക്കാക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. കൃപയെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്കറിയാം, സകല ജഡവും തങ്ങളെ തന്നെ വഷളാക്കിയ ഒരു തലമുറയിൽ ഒരു മനുഷ്യന് ദൈവം കൃപ കൊടുത്തു, മറ്റാർക്കുമല്ല, നോഹയ്ക്ക്. എന്തിനാ കൃപ കൊടുത്തേ? ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ള ചിന്തയെന്ന് പറയുന്നത്, ലോകത്തിന്റെ ഒഴുക്കിനൊത്ത് ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ഗോയിങ് ദ വേ ലൈഫ് ടേക്സ് യു, ബട്ട് ടേക്കിംഗ് ദ ലൈഫ് ദ വേ യു ഷുഡ് ഗോ. പോകുന്ന വഴിയിൽ കൊണ്ടുപോകുന്നതല്ല ക്രിസ്തീയ ജീവിതം, നേരെ മറിച്ച് പോകേണ്ട വഴിയിൽ അതിനെ തിരിച്ചുവിടുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ ഏറ്റു പറയണം. സ്തോത്രം. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പാപം ചെയ്ത തലമുറയിൽ അവരോട് ചേർന്ന് നിൽക്കാനല്ല, സകല ജഡവും തങ്ങളെ തന്നെ വഷളാക്കിയ സ്ഥാനത്ത് വഷളത്വത്തെ ഒഴിഞ്ഞു ജീവിക്കാനും ആ തലമുറയുടെ നടുവിൽ ഒരു നീതി പ്രസംഗിയായി നിൽക്കാനുമാ നോഹയ്ക്ക് ദൈവം കൃപ കൊടുത്തത്. ഈ രാത്രി ദൈവവേദന നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ രണ്ട് കാര്യങ്ങൾ കുതകണം. ഒന്ന്, നിന്നെ തന്നെ ദൈവിക വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നതിന്. രണ്ടാമത്, പാപം നിറഞ്ഞ ഈ തലമുറയോട് ദൈവത്തിന്റെ നീതിയെ കുറിച്ച് വിളിച്ചു പറയുവാൻ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ. ഓ യേശുവിന്റെ നാമത്തിൽ ആ ദൈവകൃപയുടെ ഒരു വലിയ വ്യാപാരം ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ അവസാന നിമിഷങ്ങളിൽ ദൈവം ഈ പന്തലിൽ പകർന്നുകൊണ്ടിരിക്കുക. തന്റെ ജനത്തിന്റെ മേൽ ദൈവം അത് വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ. ഒരു പ്രത്യേക തലത്തിൽ ദൈവം ഉപയോഗിക്കുവാൻ കണ്ടിട്ടുള്ള അനേക അഭിഷക്തന്മാർ ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. The example of sinlessness. സമയപരിധി വേഗത്തിൽ പോകുവാൻ എന്നെ നിർബന്ധിക്കുന്നു. മൂന്നാമത്തെ ഭാഗം
എന്ന് പറയുന്ന തിരുവചനം നമ്മോട് പറയുന്ന 23-ാം വാക്യം, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം, but committed himself to him that judgeth righteously. An example of submission or commitment. ശ്രദ്ധിക്കുക ദൈവമക്കളെ, നമ്മള് കഴിഞ്ഞ ദിവസങ്ങൾ അഭിഷിക്തന്മാരായ ദൈവദാസന്മാരൊക്കെ തുവർത്തെടുക്കേണ്ടതിന്റെ ആവശ്യം നമ്മോട് ഊന്നി പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന. എന്നാൽ ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്നത്, ശകാരിച്ചിട്ട് അവൻ എന്ത് ചെയ്തില്ല? പകരം ശകാരിച്ചില്ല. കഷ്ടം അനുഭവിച്ചിട്ട് അവൻ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെന്താ ചെയ്തു? ഹി കമ്മിറ്റഡ് ഹിംസെൽഫ്. തന്നെ തന്നെ അവൻ സമർപ്പിച്ചു. ആരുടെ കയ്യിൽ? ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ. ഇന്ന് രാത്രി ദൈവമൊക്കെ ശ്രദ്ധിക്കുക, അത്യാവശ്യം തുവർത്തരയിൽ ചുറ്റണമെങ്കിൽ നമ്മളെ കൊണ്ടൊക്കെ പറ്റും. പറ്റത്തില്ലയോ? നമ്മളെ കൊണ്ടൊക്കെ പറ്റും. കാര്യം അത്യാവശ്യം കഴുകുന്നതിനിടയ്ക്ക് കാല് വാരണമെങ്കിൽ അതിനുള്ള വിദ്യയോടെ നമുക്ക് അറിയാവുന്നുണ്ട്. കഴുകാൻ മാത്രമല്ല, വാരാനും മലയാളികളായ നമുക്കൊക്കെ വളരെ പരിശീലനം സിദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് വേണേ നമ്മൾ കഴുകും. ഒരു അഡ്ജസ്റ്റ്മെന്റിലുള്ള കഴുക. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ കാല് കഴുകുന്നതിൽ നിന്ന് ഒരല്പം കൂടെ താഴോട്ടിറങ്ങി. കേട്ടോ? സ്തോത്രം. ശകാരിച്ചിട്ട് പകരം ശകാരിക്കുക, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ വേഗം മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. കന്നത്തടിച്ചിട്ട് നിന്നെ അടിച്ചതാരാണെന്ന് പ്രവചിച്ചു പറയാൻ മുഖത്തു നോക്കി പറയുമ്പം, ഓ ഹല്ലേലൂയ, അടിച്ചവന്റെ കയ്യേല് 5 വിരല് അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞവന്റെ മുഖത്താണ് അവൻ അടിച്ചതെങ്കിലും, ഓ ഹല്ലേലൂയ, സൗമ്യതയോടെ അതിന് പ്രതികരിക്കാതെ ഇരുന്ന ദൈവത്തിന്റെ പുത്രന്റെ ആ ദിവ്യ സ്വഭാവം ഇന്ന് രാത്രി നമുക്ക് പകർത്താൻ പറ്റുമോ ദൈവമക്കളെ? ഓ, നമ്മൾ പലപ്പോഴും പറയും ഞാൻ ആരാന്നറിയാവോന്ന്. നമ്മൾ എപ്പോഴാ അത് പറയുന്നതെന്നറിയാവോ? യേശു ആരാന്ന് നമുക്ക് അറിയാത്തപ്പോഴാ. യേശു ആരാന്ന് നമുക്ക് അറിയാത്തപ്പോ നമ്മൾ ചോദിക്കും ഞാൻ ആരാണോ എന്നറിയാമോ? എന്നാൽ യേശു ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ ആരുമല്ല, എന്റെ യേശുവാ എല്ലാമെന്ന് നമുക്കപ്പോൾ വിളിച്ചു പറയുവാനായിട്ട് കഴിയും. ഓ ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ താഴെ ഇറങ്ങി വരാൻ പറയുമ്പോ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതിരുന്ന അവന്റെ ദിവ്യ സ്വഭാവം ഒന്ന് പകർത്താൻ പറ്റുമോ? സൗത്ത് ആഫ്രിക്കയിലായിരുന്ന മഹാത്മാഗാന്ധിയുടെ ചെള്ളയ്ക്ക് മദാമ ചെരുപ്പൂരി ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. നമ്മളായിരുന്നല്ലോ. മദാമയുടെ പൊടി പോലും പിന്നെ കാണത്തില്ലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചതെന്നറിയോ? ഭവതിയുടെ കൈ വേദനിച്ചു വന്നു. എവിടുന്ന് കിട്ടി ഈ സഹിഷ്ണുത? ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റെങ്ങൊന്നുമല്ല, എന്റെ യേശുവിൽ നിന്ന്. മറ്റെവിടുന്നേലും ആയിരുന്നെങ്കിൽ വാളെടുത്തേനേയും ശൂലമെടുത്തേനേയും മറ്റു പലതും എടുത്തേനേയും. പക്ഷേ എന്റെ യേശുവിൽ നിന്ന് പഠിച്ചത് കൊണ്ട് ഭവതിയുടെ കൈ വേദനിച്ചോ എന്ന് ചോദിച്ചു. നമ്മൾ ഏത് മാർഗക്കാരാണെന്ന് ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം. കേട്ടോ? സ്വത്രം. മദർ തെരേസ തന്റെ ഓർഫനേജിന്റെ ആവശ്യത്തിന് ഒരു ധനികനായ മനുഷ്യന്റെ വീട്ടിൽ അഭയാചനയുമായി ചെന്നപ്പോൾ ആ വലിയ മനുഷ്യൻ മദർ തെരേസയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. നമ്മളോട് തുപ്പുവൊന്നും വേണ്ട അല്ലേ? മദർ തെരേസ പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? എനിക്കുള്ളത് കിട്ടി, ഇനി എന്റെ പിള്ളേർക്കുള്ളത് തരാൻ പറഞ്ഞു. നമ്മളായിരുന്നേലും ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ പറഞ്ഞേനെ, നിന്റെ പണം വേണ്ടടാ, എനിക്ക് വേറെ ആരെങ്കിലും തന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു എനിക്കുള്ളത് നിങ്ങൾ ആദ്യം തന്നു, ഇനി എന്റെ പിള്ളേർക്കുള്ളത് തരാൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ മനുഷ്യനാണ് മദർ തെരേസയുടെ ഏറ്റവും വലിയ സപ്പോർട്ടറായിട്ട് പിന്നെ മാറിയത്. സ്വത്രം. നമ്മുടെ പല സപ്പോർട്ടും ഇല്ലാതായി പോകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ക്രിസ്തുവിന്റെ സ്വഭാവം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. 1 മാസം മുടങ്ങി വെച്ചാൽ നിന്റെ ഗോള് വേണ്ടെന്ന് പറയും.
സ്വോത്രം, 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 സ്വോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഒരു സഹനത്തിന്റെ മാർഗം അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന, പ്രതികരിക്കാതെ ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം. ഇന്ന് രാത്രി നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ പലതും ഒരുപക്ഷെ പ്രതികരിക്കേണ്ട സാഹചര്യമാണെങ്കിലും നീ പ്രതികരിക്കാതെ മൗനമായി നിന്റെ കർത്താവിന്റെ സ്വഭാവം പോലെ ഇരിക്കുന്നെങ്കിൽ ഈ രാത്രി ഒരു കാര്യം ദൈവമേ നീ മനസ്സിലാക്കണം. നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ രാത്രി അത് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? എന്റെ ന്യായാധിപൻ ഉയരത്തിലുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. നിന്റെ നീതി നിഷേധിക്കപ്പെട്ടെന്ന് നീ വിചാരിച്ച പല സന്ദർഭങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിന് സമ്മതിക്കാതെ തക്ക സമയത്ത് നിന്റെ നീതിയെ പ്രഭാതം പോലെ വെളിപ്പെടുത്തിയ ദൈവ പ്രവർത്തിക്കായി ഇന്ന് രാത്രി ദൈവമേ നീ ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടവനാണ്. ക്രിസ്ത്യാനിത്വം സഹനത്തിന്റെ മാർഗമാണ്. നമ്മൾ ഇന്നായിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ട പോലെ ദൈവമക്കൾ ഒരു പക്ഷേ ഈ തലമുറയിൽ ആയിട്ടുണ്ടായിരിക്കും. ചരിത്രകാരന്മാര് പറയുന്നത് മാനവ ചരിത്രത്തിൽ കഴിഞ്ഞ 20 നൂറ്റാണ്ടിലധികമായി ദൈവജനം കടന്നുപോയ ഏറ്റവും വലിയ പീഡയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏറ്റവും അധികം രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവം മൗനവ്രതത്തിലല്ല. നമ്മുടെ ദൈവം മൗനവ്രതത്തിലല്ല. ജാതികൾ കലഹിക്കുന്നത്, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത്. ഹല്ലേലൂയ. ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, ജാതികൾ വ്യർത്ഥമായതാണ് നിരൂപിക്കുന്നത്. നാം അവരുടെ കയറുകളെ പൊട്ടിക്കാൻ ഹല്ലേലൂയ രാജാക്കന്മാർ, അധിപതികൾ പറയുമ്പോൾ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. ഹല്ലേലൂയ. രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിക്കുന്നവൻ, ന്യായാധിപന്മാർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുന്നവൻ ഇന്ന് രാത്രി അവൻ തന്റെ സിംഹാസനത്തിൽ ശക്തനായി വാഴുന്നവനാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? നാം പരാജയപ്പെട്ടവന്റെ പുറകെ ഇറങ്ങി തിരിച്ചവരല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ തോറ്റവന്റെ പുറകെ ഇറങ്ങി തിരിച്ചവരല്ല. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു ഫുട്ബോളാ. സ്തോത്രം. അതിനെ എത്ര അടിച്ചാലും അത് പ്രതികരിക്കത്തില്ല. പക്ഷെ താഴോട്ട് പോയിട്ട് എത്ര ശക്തിയോടെ അത് മുകളിലോട്ട് വരാമോ, അടിച്ച ശക്തിയിൽ അത് മുകളിലോട്ട് വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ വിശ്വാസമുണ്ട്? ദൈവസഭ പീഡയിലൂടെ കടന്നുപോയാൽ, ദൈവമക്കൾ പീഡിപ്പിക്കപ്പെട്ടാൽ ഹല്ലേലൂയ അത് താഴോട്ട് പോകത്തില്ല, അത് ശക്തിയോടെ മുകളിലോട്ട് വരെ. കാരണം കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പീഡനങ്ങൾക്ക് സഭയെ തളർത്തുവാൻ കഴിയുകയില്ലെന്ന് ഇന്ന് രാത്രി ഉച്ചൈസ്വരം പ്രസ്താവിക്കുവാൻ. Hallelujah. Let's commit ourselves. Follow the example of submission. ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. And finally, നാം വായിച്ച 24-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാം? ദി എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? 24-ാം വാക്യം നാം വായിച്ചത്, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് he became our substitute. അവൻ നമുക്ക് പകരക്കാരനായി. ശ്രദ്ധിക്കണം ദൈവം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആകാൻ പറ്റും നമ്മുടെ ഗുണത്തിന് വേണ്ടി. ജെയിംസ് ആർ കസേരയെന്ന് എഴുന്നേക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് തെറ്റിദ്ധരിക്കല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറ്റ്സ് ഫോർ മൈ സേക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ആകാൻ നമുക്കൊക്കെ വലിയ ആഗ്രഹം. ആരെങ്കിലും ഒന്ന് എഴുന്നേക്കുകയാണെങ്കിൽ ആ കസേരയിൽ ഒന്ന് ഇരിക്കാൻ, ദാറ്റ്സ് ഓൾസോ സബ്സ്റ്റിറ്റ്യൂട്ടിങ്. എന്തിനാ എഴുന്നേക്കുന്നേ? നമ്മളാണെ ഒന്ന് എഴുന്നേപ്പിച്ചിരിക്കാനുള്ള പരിശ്രമത്തില്ല. അതുകൊണ്ടാണല്ലോ വളരെ മനോഹരമായ ഒരു ഉദാഹരണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഓരോരുത്തരെയായിട്ട് സ്വർഗത്തിലേക്ക് ദൂതന്മാർ സ്വീകരിക്കുക. ദൈവത്തിന്റെ പ്രധാന ദൂതൻ ആ വാതിൽക്കലുണ്ട്. ഓരോ രാജ്യങ്ങളിൽ നിന്നും അതിശ്രേഷ്ഠരായി വരുമ്പോൾ പ്രധാന ദൂതൻ എഴുന്നേറ്റ്
അവരെ സ്വീകരിക്കുന്ന പതിവുണ്ട്. പക്ഷേ മലയാളക്കരയിൽ നിന്ന് ഒരു അതിശ്രേഷ്ഠൻ ചെന്നപ്പോൾ പ്രധാന ദൂതൻ എഴുന്നേറ്റില്ല. പുള്ളി പോയി കഴിഞ്ഞപ്പോൾ ദൂതന്മാർ ചോദിച്ചു, എന്തു പറ്റി? ഇതുവരെ മറ്റു വൻകരകളിൽ നിന്നൊക്കെ വന്നവരെ എഴുന്നേറ്റ് സ്വീകരിച്ച അങ്ങ് ിന്റെ ഈറ്റില്ലമായ മലയാളക്കരയിൽ നിന്ന് വന്ന മഹാനെ എന്തുകൊണ്ട് എഴുന്നേറ്റ് സ്വീകരിച്ചില്ല? ഒറ്റക്കാര്യേ. പ്രധാന ദൂതൻ പറഞ്ഞു, അകത്തോട്ട് പോയില്ലേലും അവൻ ഈ കിട്ടിയ കസേരയിലിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേക്കാൻ. അകത്തോട്ട് പോയില്ലേലും കുഴപ്പമില്ല, വാതിക്കൽ ഒരു കസേരയുണ്ടോ അത് മതിയെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. വാതിക്കലെ കസേരയ്ക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത്. Hallelujah. An example of substitution. പകരക്കാരനാകുന്ന ഒരു വലിയ ശുശ്രൂഷ. ആ ശുശ്രൂഷയിൽ നമ്മുടെ കർത്താവ് ചെയ്തത് എന്തെന്ന് ഇന്ന് രാത്രി ദൈവമക്കളെ നമുക്ക് നന്നായിട്ടറിയാം. നാം വേദനിക്കേണ്ട സ്ഥാനത്ത്, നാം മരണം അനുഭവിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരണം അനുഭവിച്ചു. അതാ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയും ഉണ്ടെങ്കിൽ ഉണ്ടോ? ആമേനൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. ഉണ്ടോ ദൈവമക്കളെ? ഉണ്ടെങ്കിൽ ഏക മനസ്സുള്ളവരായിട്ട്, ഏക സ്നേഹമുണ്ട്, ഐകമധ്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി എന്തോ ചെയ്യണം? ഞങ്ങളുടെ സന്തോഷം പൂർത്തിയാക്കണം. അടുത്ത വാചകം പറയുന്നത്, ശഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ എന്തോ ചെയ്യണം? മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഒരു മഹാനായ മനുഷ്യനോട് ചോദിച്ചു, what is the secret of your life success? ആ മനുഷ്യൻ മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? others. മറ്റുള്ളവർ. ഇന്ന് രാത്രി ഞാനും എൻ്റെ ഭാര്യ എൻ്റെ പിള്ളേരും എന്നുള്ള ചിന്തയാണോ, അതോ മറ്റുള്ളവരെന്നുള്ള ഒരു ചിന്ത നമ്മുടെ അകത്ത് ഭരിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മറ്റുള്ളവരെന്നുള്ള ചിന്തയാണ് നമുക്ക് പകരം ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മുടെ കർത്താവിനെ പ്രാപ്തനാക്കിയത്. സമയം തീരുന്നെങ്കിലും ഒരു കഥ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചിക്കാഗോയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ചില എക്സിക്യൂട്ടീവുകളുടെ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് എക്സിക്യൂട്ടീവുകൾ എല്ലാവരും എയർപോർട്ടിലേക്ക് ഓടിപ്പോകുന്നതിനിടയിൽ വഴിയിൽ ആപ്പിൾ വിറ്റുകൊണ്ടിരുന്ന അന്ധയായ ഒരു യുവതയുടെ ആപ്പിളിന്റെ ടേബിള് അവരിൽ ഒരാൾ തട്ടിക്കളഞ്ഞു. ആരും ശ്രദ്ധിക്കാതെ എല്ലാവരും എയർപോർട്ടിലേക്ക് ഓടി. എന്നാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നിന്നതിന് ശേഷം ആ ചിതറിപ്പോയ ആപ്പിളുകളെല്ലാം തിരികെ പെറുക്കി കൊടുത്തിട്ട്, ചതഞ്ഞുപോയ ആപ്പിളുകൾ ഒരു സ്ഥലത്ത് മാറ്റിയിട്ട് ഒരു $40 അന്ധയായ ആ സഹോദരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കേടായിപ്പോയ ആപ്പിളുകൾക്ക് പകരമായി ഈ പൈസ നിന്റെ പക്കൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്ന ആ മനുഷ്യനെ അന്ധയായ ആ പെൺകുട്ടി പെട്ടെന്ന് വിളിച്ചു, ഹേ മിസ്റ്റർ. തിരിഞ്ഞു നിന്ന് ആ മനുഷ്യനെ നോക്കി. കാഴ്ചയില്ലെങ്കിലും ആ അന്ധയായ സ്ത്രീ ഒരു ചോദ്യം ചോദിച്ചു, ആർ യു ജീസസ്? നീ യേശുവാണോ? ആ മനുഷ്യൻ പറഞ്ഞു, അല്ല, ഞാൻ യേശുവല്ല. അവൾ പറയുകയാണ്, ചിതറിപ്പോയ ആപ്പിളുകൾ പെറുക്കാൻ യേശുവെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച ഉടനെയാണ് നിങ്ങൾ വന്ന് എനിക്ക് ആപ്പിൾ പറക്കി തന്നത്. എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല, യേശുവിന്റെ സ്വഭാവമുള്ളവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് ആ അന്ധയായ സ്ത്രീ മറുപടി പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന യുവമക്കളെ ചോദിക്കട്ടെ, വല്ലപ്പോഴുമെങ്കിലും മറ്റുള്ളവർ നമ്മെ യേശുവാണെന്നൊന്ന് തെറ്റിദ്ധരിക്കാറുണ്ടോ? ആഴം ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലായോ? എപ്പോഴും അല്ലെങ്കിലും വല്ലപ്പോഴും ഇവൻ യേശുവാണെന്ന് ഇവൾ യേശുവാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുമ്പോൾ
ഹല്ലേലൂയ. നമ്മുടെ സമൂഹത്തിന് ഈ തലമുറയിൽ ആവശ്യമായിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ എന്നുള്ള മനോഭാവത്തിൽ നമ്മുടെ സ്വാർത്ഥത മരിക്കണം. നമ്മുടെ സ്വാർത്ഥത മരിക്കണം. ഈ രാത്രി ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. കൺക്ലൂഷനായി പറഞ്ഞതിന് കൺക്ലൂഷനായി ഈ 4 എക്സാമ്പിളും ചേർത്ത് ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു മഹാനായ മനുഷ്യന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ എല്ലാവരും ആ മനുഷ്യനെ പുകഴ്ത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒടുവിലായി ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് തന്റെ പേര് പ്രസ്താവിച്ചു, ഒരു ഹൈന്ദവ നാമം. എന്നിട്ട് താൻ പറഞ്ഞു, 35 വർഷമായി മരിച്ചു കിടക്കുന്ന മനുഷ്യനും ചേർന്ന് ഞാൻ ഓരോ ഓഫീസിൽ അടുത്ത ബെഞ്ചുകൾ അടുത്ത കസേരകളിൽ ഇരുന്ന് ജോലി ചെയ്തു. അടുത്ത വാചകം താൻ പറഞ്ഞു, എന്നാൽ ഒരിക്കൽ പോലും ഈ മനുഷ്യൻ യേശുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ അതുവരെ നല്ല അനുശോചനങ്ങൾ പറഞ്ഞവരൊക്കെ സ്തബ്ധരായി. പക്ഷേ അടുത്ത വാചകത്തിൽ ആ മനുഷ്യൻ തുടർന്ന് പറഞ്ഞത്, എന്നാൽ ഞാനിപ്പോൾ ഒരു ദൈവവൈതല. ഈ മനുഷ്യൻ എന്നോട് യേശുവിനെ കുറിച്ച് ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ല, പക്ഷേ ഈ മനുഷ്യൻ എനിക്ക് യേശുവിനെ കാണിച്ചു തന്നു. എന്റെ അടുത്തിരുന്ന് ജോലി ചെയ്യുന്ന ഈ മനുഷ്യനിൽ ഞാൻ യേശുവിനെ കണ്ടു. അതുകൊണ്ട് ഞാനിതൊരു ദൈവ പൈതല. 35 അല്ല 350 കൊല്ലം നമ്മുടെ അടുത്തിരുന്നാലും, ഓ ഹല്ലേലൂയ, ഇന്ന് രാത്രി നമ്മളിൽ യേശുവിന്റെ ഒരു സ്വഭാവം കാണുവാൻ കഴിയുമോ എന്നുള്ള ചിന്ത നമ്മുടെ അകത്തിട്ടിട്ട് മാത്രമേ ഈ രാത്രി കടന്നു പോകാവൂ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു, ഈ ഭാരതത്തിലുള്ള ചുരുക്കം ചില ക്രിസ്ത്യാനികളെങ്കിലും ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഭാരതമെന്നേ ക്രൈസ്തവ രാജ്യമാകുമായിരുന്നു. ഭാരതമെന്നേ ക്രൈസ്തവ രാജ്യമാകുമായിരുന്നു. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, ഒരുപക്ഷെ സുവിശേഷത്തിന്റെ വാതിലുകൾ ഇവിടെ അടഞ്ഞെന്ന് വരാം. പരസ്യമായി സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഈ ഭാരതത്തിൽ വന്നെന്ന് വരാം. കൺവെൻഷൻ നടന്നില്ലെന്ന് വരാം, പരസ്യയോഗം നടന്നില്ലെന്ന് വരാം, ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ നടന്നില്ലെന്ന് വരാം. എന്നാൽ യേശുവിനെ അനുകരിക്കുന്നതിൽ നിന്ന്, നിന്നെ യേശുവിനെ അനുകരിക്കുന്നതിൽ നിന്ന് നിന്നെ തടയാൻ ഒരു ജാതീയ ശക്തിക്കും സാധ്യമല്ല, ഒരു മതശക്തിക്കും സാധ്യമല്ല, ഒരു രാഷ്ട്രീയ ശക്തിക്കും സാധ്യമല്ല. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ, നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ട വാതിലുകളെ മാത്രമേ ഇന്ന് രാത്രി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സുവിശേഷത്തിന്റെ വാതിൽ അടയുകയല്ല, അതിന്റെ നടുവിൽ ഒരു അത്ഭുത വാതിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവം ഈ ഭാരത മണ്ണിൽ തുറക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? കൊറിയയുടെ ഉണർവിന്റെ ചരിത്രം പഠിച്ച് അഭിഷക്തന്മാര് പറയുന്നത് പ്രസംഗമല്ല കൊറിയ ഉണർത്തിയത്. ചില വർഷങ്ങൾക്ക് മുമ്പ് നാമമാത്രമായിരുന്ന ക്രൈസ്തവർ ഇന്നവിടെ ഭൂരിഭാഗമായതിന്റെ കാരണം ആദിമകാലങ്ങളിൽ കർത്താവിനെ കണ്ടവർ യേശുവിനെ ജീവിതത്തിൽ പകർത്തി. അവരുടെ ജീവിതത്തിൽ അവർ മാതൃക കാണിച്ചു, ജോലിയിൽ അവർ വിശ്വസ്തത കാണിച്ചു. അതുകൊണ്ട് മറ്റ് മതസ്ഥരായ ആളുകൾ ക്രിസ്ത്യാനികളെ അവരുടെ കമ്പനികളിൽ ജോലിക്ക് വെക്കാൻ തുടങ്ങി. ഈ ചലനമാണ് കൊറിയയെ ഉണർത്തിയതെങ്കിൽ ഇന്ന് രാത്രി എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ആത്മാവിൽ ഈ കേരള മണ്ണിൽ അടുത്ത നാളുകളിൽ ഒരു ആത്മീയ ഉണർവ് കാണുന്ന എത്ര ദൈവമക്കളുണ്ട്? ഭാരത മണ്ണിനെ എനിക്ക് മുന്നേ സംസാരിച്ച അഭിഷക്തന്മാര് പറഞ്ഞതുപോലെ കീഴ്മേൽ മറിക്കുന്ന ഒരു ദൈവ പ്രവർത്തിക്കായി ഈ തലമുറ സാക്ഷ്യം വഹിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഈ അവസാന രാത്രിയിൽ ദേശത്തിന്റെ അധിപതിയുടെ മേൽ നാം ജയം കൊള്ളുന്ന രാത്രിയാകണം. നാം സാധാരണക്കാരാണ്, പക്ഷെ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. അസാധാരണമായ ഒരു ദൈവശക്തി ഈ അവസാന രാത്രി നമ്മുടെ മൺപാത്രങ്ങളിൽ ദൈവം പകരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരു വലിയ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി നമുക്ക് ഇവിടെ അനുഭവിച്ചറിയണം. ഈ അവസാന നിമിഷങ്ങളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെട്ടു വരണം. കഴിഞ്ഞ 6 ദിവസങ്ങളായി ക്രിസ്തുവിന്റെ മനോഭാവത്തെ കുറിച്ച് നാം കേട്ടത്,
പ്രായോഗികമാക്കുവാൻ പരിശ്രമിക്കുന്ന തന്റെ ജനത്തെ ഇന്ന് രാത്രി ദൈവം വെറുതെ മടക്കി അയക്കത്തില്ല. ഇന്ന് രാത്രി ദൈവം വെറുതെ മടക്കി അയക്കത്തില്ല. ഇന്ന് രാത്രി എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താട്ട്, എല്ലാവരും ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ട്. അഭിഷക്തന്മാര് പിന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ശക്തമായ ഒരു ആരാധന ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉയരട്ടെ. ആരും മൗനമായി നിൽക്കാതെ, ആരും മൗനമായി നിൽക്കാതെ അധരം തുറന്ന് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. Glory to God Almighty. എല്ലാവരും ചേർന്ന് അല്പനേരം സ്തോത്രം ചെയ്ത് നമ്മുടെ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ശക്തമായ ഒരാലോചന മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തു പോയി. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മേഘാരുടൻ ആയി വന്നിനായി, മേഘാരുടനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങി. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ, യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങി. ബുദ്ധിമാന്മാർ ദൈവശക്തി പലർ വീണിടുന്നു. ദൈവശക്തി ധരിച്ചവരോടിടുന്നു. ഒരു ലോകങ്ങൾക്കധീനരായിരുന്നതാം ഒരുങ്ങിയിടാം. ലോകമോഹങ്ങൾക്കധീനരായിരുന്നതാം ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാൻ പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാൻ പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളെ വരവേറ്റമടുത്തു. ചെറുപടി സ്തുതിക്കാം. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളെ വരവേറ്റമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങി. മേഘാരുടനായി വന്നിടുമേ 10,000 പേർകൾ സുന്ദരൻ താൻ. മേഘാരുടനായി വന്നിടുമേ 10,000 പേർകൾ സുന്ദരൻ താൻ. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ മാലിന്യപ്പെട്ടിടാതെ ചെറുപാടി ശക്തിയോടെ അടുത്തുപോയി. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങി. ചെറുപാടി സുരിച്ചാലേ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങി. മാലിന്യപ്പെട്ടിടാതെ ഓടിടുക, മണവാളൻ പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ചേർന്ന് ഓ മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തു പോയി. മണിയറയിൽ പോയി പ്രത്യാശയോടെ ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങി.
കാരുടനായി കാരുടനായി വന്നിടുവേ ഹല്ലേലൂയ സുന്ദരനായ കാരുടനായി വന്നിടുവേ അതിനായി വേദന സുന്ദരൻ ഒറ്റ കോമളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരു പ്രത്യാശയോടെ ചേർന്നുപാട് രൂപം കണ്ടാനന്ദിപ്പാൻ ഒരു മാലിന്യപ്പെട്ടിടാതെ ശക്തിയോടെ പാടി ശ്രമിച്ചാതെ മടുത്തുപോയി മണിയറയിൽ പോയിന ഓ ജീസസ് മണിയറയിൽ പോയിന മാശ്വസിപ്പാൻ ഒരുങ്ങി വിശുദ്ധിയെ തിരച്ചുണ ഒരുങ്ങിടുക ശക്തിയോടെ ചെറുപാടി ഓ ശക്തിയോടെ തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരു തന്റെ വാഗ്ദത്തം ഓ ശക്തിയോടെ ചെറുപാടി ഓ വിശുദ്ധിയെ ചെറുപാടി അതരങ്ങളെ തുറന്ന് ശക്തിയോടെ വീണ്ടെടുപ്പുകാരുടെ ഉറപ്പോടെ സൂചിച്ചാട്ട് ഓ ശക്തി Yes, hallelujah. Yes, 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 yes. ശക്തിയോടെ വ്യാപരിക്കട്ടെ. Yes, amen, America, Buddha, Raja, Shakta, Raja, Vaidavana, Amdariga, Vareva, Shakta, Varega, Varekara, Astamani, Varavana, Shakta, Vaidavana, Amdaraja, Vaidavana, Shakta, Riva, Ivono, Vaidavana, Vaidavana, Shakta, Rikari, Astariga, Vaida, Shakta, Rikana, Ivana, Buddha, Vaidavana, Vaidavana, Astariga, Ivana, Vaidavana, Shakta, Raja, Vaidavana. Oh, recognize him. Arikapati kujan, Mago. Amen. Shaktiyoda, Sudishate. Shadamuyati, Arikapati kujan, Mago. Oh, amen. Victor Jayam. Oh, hallelujah. Nikamara, Jalla, Raja, Vaidama, Asta, Raja, Vaidama, Raja, Nikamara. Shanda Raja Vaidana Kamudamana Stamariva Shandara Divana Vaidavana Chara Divana Madhuramana Shanda Raja Oh Harigana Mujana Mahado Oh Amen Oh Parishudane Jangalage Sudikadu Yes Devasakti Vyavarikata Amen Urapoda Shaktiyoda Praise the Lord. നമ്മുടെ കരത്തെ ഉയർത്തി ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാം.